നമുക്കിന്ന് സദ്യാവിഭവങ്ങളിൽ പ്രധാനിയായ മത്തങ്ങ വൻപയർ വറുത്തരിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് വൻപയർ കഴുകിയെടുത്ത് 4-5 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുക്കറിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കണം. കല്ലുപ്പാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് പയറിൻ്റെ കുറച്ച് മുകളിൽ നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് കൂടിപ്പോകരുത്, ഒരുപാട് ലൂസായിട്ടുള്ള കറിയല്ല ഇത്. ഇനി കുക്കർ അടച്ച് പയർ വേവിക്കണം. പയർ കുതിർത്തതായതുകൊണ്ട് 2 വിസിൽ കൊണ്ട് പയർ കുക്കാകും. ഓരോ കുക്കറിനനുസരിച്ച് കുക്കിംഗ് ടൈം വ്യത്യാസം ഉണ്ടാകും. ഇപ്പോൾ പയർ കുക്കായിട്ടുണ്ട്. ഒരുപാട് വെന്തുടഞ്ഞു പോകരുത് പയർ. ഇതിൽ നമുക്ക് മത്തങ്ങ ചേർത്ത് വേവിക്കാനുള്ളതാണ്. ഇനി നമുക്ക് മത്തങ്ങ ആഡ് ചെയ്യാം. മത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വന്നപ്പോൾ 1/2 കപ്പ് മത്തങ്ങയുണ്ട്. മത്തങ്ങ എടുക്കുമ്പോൾ നന്നായി മൂത്ത് പഴുത്ത മത്തങ്ങ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനത്തെ മത്തങ്ങയ്ക്ക് ചെറിയൊരു മധുരം ഉണ്ടാകും. ഇത് എരിശ്ശേരിയുടെ ടേസ്റ്റ് കൂട്ടും. ചെറിയൊരു മധുരവും എരിവും ഒക്കെയുള്ള ഒരു കറിയാണ് മത്തങ്ങ വൻപയർ വറുത്തരിശ്ശേരി. ഇനി മത്തങ്ങ ഒന്ന് ഇളക്കി കൊടുത്ത് കുക്കർ അടച്ച് വേവിക്കണം. ഹൈ ഫ്ലെയിമിൽ 1 വിസിൽ വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. മത്തങ്ങ പെട്ടെന്ന് കുക്കാകും. മത്തങ്ങ കുക്കാകുന്ന ടൈം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ കുറച്ച് തേങ്ങ അരച്ചെടുക്കാം. ചിരകിയ തേങ്ങ 1 കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ നല്ല ജീരകം കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരയ്ക്കരുത്, അതുപോലെ വെള്ളം കൂടിപ്പോകരുത്. മത്തങ്ങ ഇപ്പോൾ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരച്ചെടുത്താൽ മതി. ഒരുപാട് ഫൈനായിട്ട് അരയരുത്. വെള്ളം ഒരുപാട് ഒഴിച്ച് അരച്ചെടുക്കരുത്. തേങ്ങയും ജീരകവും അരച്ച് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഇനി അരപ്പ് കുക്കാകുന്നത് വരെ വേവിക്കണം. ഒരു 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മൾ വറുത്തരിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ വറുത്തിടണം. ഒരു കടായി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ചൂടായാൽ 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ 3 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഇനി 1/2 കപ്പ് തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുക്കണം. തേങ്ങ ആഡ് ചെയ്തത് ക്യാമറയിൽ ക്യാപ്ചർ ആയില്ല, അതുകൊണ്ടാണ് വീഡിയോയിൽ കാണിക്കാൻ പറ്റാത്തത്. ഇനി തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കണം. ഈ പാകമാകുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച കറി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ വെള്ളമൊന്ന് ഇളക്കി വറ്റിക്കണം. അധികം ലൂസായിട്ടുള്ള കറിയല്ല, അതുപോലെ ഒരുപാട് തിക്കാകാനും പാടില്ല. തണുക്കുമ്പോൾ കുറച്ചും കൂടി തിക്കാകും. നിങ്ങൾക്ക് ആവശ്യമുള്ള കൺസിസ്റ്റൻസി വെച്ച് സ്റ്റവ് ഓഫ് ചെയ്യണം. ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ള കറിയാകും ഇഷ്ടം. അപ്പോൾ നമ്മുടെ മത്തങ്ങ വൻപയർ വറുത്തരിശ്ശേരി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കി അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.